അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 3 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചര്യയാക്കുകയാണെങ്കിൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറയിൽ വളരെ ലളിതമായ രൂപത്തിൽ ഹിസാബ് നടത്തുമെന്നും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നും പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മഹാനായിരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം തബറാനി തങ്ങൾ തന്റെ മുഅ്ജമിലും ഇബ്നു അബിദ്ദുന്യ അദ്ദേഹത്തിന്റെ മക്കാരിമുൽ അഖ്ലാഖ് എന്ന ഗ്രന്ഥത്തിലും ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. നബി തങ്ങൾ പറയുന്നു, സലാസുൻ മൻ കുന്ന ഫീഹി ഹസബഹുല്ലാഹു ഹിസാബൻ യസീറ വഅദ്ഖലഹുൽ ജന്നത ബിറഹ്മതിഹി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവന് അല്ലാഹു തആല വളരെ ലളിതമായ ഹിസാബ് നടത്തുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഖാലു വമാ ഹിയ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? സ്വഹാബാക്കൾ ചോദിച്ചതാണ്. പുണ്യ റസൂൽ പറഞ്ഞു, ഒന്നാമതായിട്ട് പറഞ്ഞത് എന്താ? തുഅതി മൻ ഹറമക. നിനക്ക് തടഞ്ഞു വെച്ച ആൾക്ക് നീ കൊടുക്കുക. കുടുംബ സ്വത്താവാം, അല്ലെങ്കിൽ നിനക്ക് അവകാശപ്പെട്ട മറ്റെന്തെങ്കിലും ആകാം, പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങിയതിൽ നിന്ന് പിരിഞ്ഞപ്പോൾ കിട്ടാനുള്ള തുകയാകാം, കടം കൊടുത്ത പൈസയാവാം, ചിട്ടിയുടെ പൈസ, എന്താണെങ്കിലും നിനക്ക് അവകാശപ്പെട്ട ഒരു വസ്തു തരാതെ നിനക്ക് തടഞ്ഞു വെച്ച ആളുകൾ, അത്തരം ആളുകൾക്കൊരു അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ അതൊന്നും ഓർക്കാതെ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മനസ്സിൽ നിന്ന് കളഞ്ഞുകൊണ്ട് സന്മനസ്സോടുകൂടി അവരെ സഹായിക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടോ എങ്കിൽ നമ്മൾ 1-ാം ഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞു. എല്ലാവർക്കും കഴിയൂല, കുറച്ച് ഇടങ്ങാറുള്ള പ്രവർത്തനാണ്. 2, വതസിലുമൻ ഖതഅക. നിന്നോട് ബന്ധം മുറിച്ച് മാറി നിൽക്കുന്ന ആളുകളോട് നീ ബന്ധം ചേർക്കുക. കുടുംബ ബന്ധമാവാം, സുഹൃത്ത് ബന്ധമാവാം, ഗുരുശിഷ്യ ബന്ധമാകാം, എന്തുമാവാം. നിന്നോട് ബന്ധം കൂടാൻ താല്പര്യമില്ലാത്ത ആളുകൾ, അതായത് എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു തെറ്റുണ്ടായി, പ്രശ്നമുണ്ടായി, പക്ഷെ നമ്മൾ അങ്ങോട്ട് അടുക്കാൻ ശ്രമിക്കുമ്പോഴും അവര് മുറിച്ചു മാറി നിൽക്കുകയാണ്. അപ്പൊ അവരുടെ അടുക്കലേക്ക് പോയിക്കൊണ്ട് ആ ബന്ധങ്ങളെ വിളക്കി ചേർത്ത് സ്നേഹം പുതുക്കി അതിനുവേണ്ടി നാം കുറച്ച് താഴെ പോകാനും തയ്യാറാകുക. അത്തരം ആളുകൾ, ആ ഒരു മനസ്സുണ്ടോ എങ്കിൽ 2ാമത്തെ ഘട്ടവും പൂർത്തിയായി. ഇനി 3ാമത്തത് എന്താ? വതഅഫു അമ്മൻ ലലമക. നിന്നോട് അക്രമം പ്രവർത്തിച്ച ആളുകൾ, അവരോട് നീ വിട്ടുപുറത്തു മാപ്പാക്കുക. ഞാൻ മുമ്പൊരു ചരിത്രത്തിൽ പറഞ്ഞിരുന്നു, ഒരു സ്വഹാബി ദിനേന പുറത്തിറങ്ങുന്ന സമയത്ത് പറയുമത്രേ, അല്ലാഹുവേ, എന്റെ അഭിമാനം കൊണ്ട് ഞാൻ സ്വതഖ ചെയ്തിരിക്കുന്നു റബ്ബേ, എന്നോട് എന്തൊക്കെ തെറ്റുകൾ, എന്തൊക്കെ അക്രമം ആരൊക്കെ പ്രവർത്തിച്ചു അവർക്കൊക്കെ ഞാൻ വിട്ടുപുറത്തു കൊടുത്തിരിക്കുന്നു. അതുപോലെ പറയാനുള്ള ഒരു മനസ്സ്, ആരൊക്കെ എന്നോട് എന്തൊക്കെ അക്രമം ചെയ്താലും അവർക്കൊക്കെ ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് പറയാനുള്ള ഒരു മനസ്സ് അതുകൂടെ ഉണ്ടെങ്കിൽ നാം ഈ 3 ഘട്ടവും വിജയകരമായി പൂർത്തിയാക്കി. അതിനർത്ഥം അല്ലാഹു തആല നമുക്ക് വളരെ ലളിതമായി